ഹലോ ഫ്രണ്ട്സ്, ബ്രിട്ടൻ കഴിഞ്ഞ 14 വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന കൺസർവേറ്റീവ് പാർട്ടിക്കാരായിരുന്നു. ഈ കഴിഞ്ഞ ജൂലൈ 4-ന് വന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ ഗവൺമെൻറ് ഇപ്പോഴ് അധികാരത്തിൽ വന്നു. ഈ രണ്ട് ഗവൺമെൻറ്റിൻ്റെയും കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പൊതുവായിട്ടുള്ള ഏറ്റവും വലിയ അവരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-ലേക്ക് വരുന്ന നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. കൺസർവേറ്റീവ് പാർട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവസാനം ഈ ഒരു നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കാനായിട്ട് അവർ പ്ലാൻ ചെയ്തതും അതേപോലെ തന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റുവാണ്ട പ്ലാൻ അവർ നടപ്പിലാക്കാനായിട്ട് പോയി. എന്നാൽ ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കീർ സ്റ്റാമർ ചെയ്ത ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞാൽ ഈ ഒരു റുവാണ്ട പ്ലാൻ സ്ക്രാപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ UK-ലേക്ക് ഓരോ ദിവസവും 100 കണക്കിന് അഭയാർത്ഥികളാണ് ചെറിയ ബോട്ടുകളിൽ UK-ലേക്ക് എത്തിച്ചേരുന്നത്. അതായത് ഈ ഒരു അഭയാർത്ഥികളായിട്ട് UK-ലേക്ക് വരാനിരിക്കുന്ന ആൾക്കാർ ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതും ആ ഒരു സമയത്ത് തന്നെ ഇതേപോലെയുള്ള 100 കണക്കിന് അഭയാർത്ഥികളെ ഇപ്പോഴ് ചെറിയ ബോട്ടുകൾ UK-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ UK-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചെറിയ ബോട്ടുകളിൽ വരുന്ന അഭയാർത്ഥികളെ UK-ക്ക് ഒരു കാരണവശാലും ഇവിടുന്ന് ചാടിച്ചു വിടാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. കാരണം ഇവിടേക്ക് വരുന്ന അഭയാർത്ഥികളായിട്ടുള്ള ആൾക്കാർ ഹോം ഓഫീസ് അവരുടെ കേസുകൾ എല്ലാം ഡീല് ചെയ്ത് അവർക്ക് വിസ കൊടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിസ കൊടുക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കും. ആ ഒരു സമയത്ത് ഇവർക്കിവിടെ ഫ്രീ ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ UK-ലേക്ക് ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് വരുന്ന ആൾക്കാർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേങ്കിൽ അവർ വരുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന പാർപ്പിട സൗകര്യങ്ങൾ, ഭക്ഷണം, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പബ്ലിക് ഫണ്ടിൽ നിന്നുമാണ് ഗവൺമെൻറ് ചിലവാക്കുന്നത്. ലേബർ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-ലേക്ക് സ്കിൽഡ് വർക്കേഴ്സായിട്ട് ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന നേഴ്സസിനെയും അതുപോലെ തന്നെ ഈ ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയും അതേപോലെയുള്ള ആൾക്കാരെ കുറച്ചുകൊണ്ട് കൂടുതൽ അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്ന ഒരു നടപടിയിൽ കൂടിയാണ് ഇപ്പോഴും UK കടന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പം ഇന്ത്യയിൽ നിന്നൊക്കെ UK-ലേക്ക് വരാനായിട്ട് ഒരു നേഴ്സിന് എല്ലാ IELTS-ഉം OET-യും അല്ലെങ്കിൽ CBT-യും എല്ലാം പാസ്സായി കഴിഞ്ഞാൽ പോലും ഇവിടെ ഒരു ഇൻ്റർവ്യൂ ലഭിക്കുന്നില്ല. അതായത് UK-ലേക്ക് ഇതേപോലെ വരുന്ന സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും വിസ ലഭിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ആ ഒരു സമയത്താണ് അൺസ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ടുള്ള അല്ലെങ്കിൽ UK-ക്ക് ആവശ്യമില്ലാത്ത 100 കണക്കിന് ആൾക്കാർ ഈ ചെറിയ ബോട്ടുകളിൽ UK-ലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു ലേബർ ഗവൺമെൻറ്റിൻ്റെ 50 ദിവസത്തെ ഭരണം തന്നെ ഇപ്പോഴ് മടുത്തു തുടങ്ങിയിരിക്കുന്നു. ജനറലി ഇപ്പോഴ് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു 50 ദിവസത്തെ ഭരണം കൊണ്ട് തന്നെ ലേബർ സർക്കാർ ബ്രിട്ടനെ അരാജകത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു ഔദ്യോഗിക ഹോം ഓഫീസിൻ്റെ കണക്കുകൾ കാണിക്കുന്നത് ജൂൺ വരെയുള്ള വർഷത്തിൽ ഏകദേശം ഒരു 67,978 അഭയാർത്ഥി ക്ലെയിമുകൾ ഹോം ഓഫീസ് അനുവദിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ മുൻ വർഷത്തിൽ ഏകദേശം 21,436 പേർക്കായിരുന്നു ഈ ഒരു അസൈലം സീക്കേഴ്സായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഹോം ഓഫീസ് അവർ അനുമതി നൽകിയതെങ്കിൽ ഈ കഴിഞ്ഞ ഈ ഒരു ജൂൺ മാസം വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 3 ഇരട്ടി ആൾക്കാർക്കാണ് ഹോം ഓഫീസ് ഇപ്പോൾ അഭയാർത്ഥി ക്ലെയിമുകൾ അനുവദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളത് നോക്കുമ്പോൾ ഇപ്പോൾ UK-ലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും തമാശയായിട്ട് പറയുന്ന പോലെയൊക്കെ തന്നെ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ട് ഈ ഒരു ബോട്ട് പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും നീന്തി കയറി UK-ലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ഇവിടെ എല്ലാവരും പാർപ്പിക്കും. പക്ഷേങ്കിൽ നമ്മൾ പഠിച്ച് പാസ്സായി ഇവിടുത്തെ വേണ്ടുന്ന എല്ലാ യോഗ്യതകളും നേടിക്കഴിഞ്ഞ് UK-ലേക്ക് ലീഗലായിട്ട് വരാൻ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹോം ഓഫീസിൻ്റെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു 2024 ജൂൺ അവസാനത്തോടെ UK-യിൽ ഈ ഒരു അസൈലം സീക്കേഴ്സിൻ്റെ അപേക്ഷയിൽ തീരുമാനത്തിനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1,11,882 പേരാണ്. 2023 ജൂൺ അവസാനിക്കുമ്പോൾ ഇതൊരു 1,75,457 അതിൽ ഗവൺമെൻറ് ആശ്വസിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണക്കുകളിൽ ഏകദേശം ഒരു 32% കുറവ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ ലേബർ സർക്കാരാണ് ഭരണത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭയാർത്ഥികൾക്ക് ഈസിയായിട്ട് UK-ലേക്ക് കടന്നു വരാമെന്നുള്ള ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഓരോ ദിവസവും 400-500 പേരൊക്കെ വന്നു കഴിയുമ്പോൾ
ഇതിൻ്റെയൊക്കെ ഡബിളും ത്രിബിളും ആകാനുള്ള സാധ്യതകളാണ് അടുത്ത ഈ ഒരു വർഷത്തിൽ ഇപ്പോഴും UK നിലനിൽക്കുന്നത്. നമ്മൾ പുതിയ കണക്കുകൾ വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ലേബർ സർക്കാരിന് വോട്ട് ചെയ്തിട്ടുള്ള ഒരു 4/1 ആൾക്കാരും ഇപ്പോൾ നൈജൽ ഫരാജിൻ്റെ ഈ ഒരു റിഫോം പാർട്ടിക്ക് വോട്ട് നൽകുമെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ലേബർ സർക്കാരിൻ്റെ ഈ ഒരു നടപടികളിൽ UK ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള അമർഷം ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതായത് അടുത്ത ഇലക്ഷനിലേക്ക് വരുമ്പോൾ ഈ ലേബർ സർക്കാരിന് അല്ലെങ്കിൽ ലേബർ ഗവൺമെൻറ്റിൻ്റെ വോട്ട് കൊടുത്തിരിക്കുന്ന 1000 പേരുടെ എണ്ണം ഇപ്പോൾ എടുത്തു നോക്കിയപ്പോൾ അതിൽ ഏകദേശം ഒരു 26% ആൾക്കാരും അടുത്ത ഒരു ഇലക്ഷൻ വരുമ്പോൾ അത് റിഫോം UKക്കായിരിക്കും വോട്ട് നൽകാനായിട്ട് പോകുന്നത്. ഇപ്പം നാളെ ഇനിയിപ്പോൾ ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ പോലും ഇതിലൊരു 2% ആൾക്കാർ റിഫോം UKക്ക് വോട്ട് നൽകാൻ പോകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആഡൻ സ്ട്രാറ്റജീസിന് വേണ്ടി ജയൽ പാർട്ട്നേഴ്സ് നടത്തിയ ഈ ഒരു അഭിപ്രായ സർവേയിൽ ഏകദേശം 14% ആൾക്കാരും കഴിഞ്ഞ ലേബർ സർക്കാരിന് വോട്ട് കൊടുത്ത ആൾക്കാർ ഒരു 2ാം സ്ഥാനത്തിൽ അല്ലെങ്കിൽ അടുത്ത ഒരു പാർട്ടിയായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോഴേ UK റീഫോം പാർട്ടി, അതായത് നൈജൽ ഫരാജിയുടെ റീഫോം പാർട്ടിയെ ആണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു അഭിപ്രായ സർവേയിലൂടെ വെളിവായിരിക്കുന്നത്. കാരണം ഈ ഒരു 50 ദിവസത്തെ ഭരണം കൊണ്ട് തന്നെ ഇപ്പോൾ UK ആൾക്കാർ ലേബർ സർക്കാരിനെ മടുത്തു തുടങ്ങിയിരിക്കുന്നതാണ്. അവരുടെ പുതിയ ഭരണ പരിഷ്കാരങ്ങൾ, അതുപോലെ തന്നെ അവർ ഈ ഒരു നെറ്റ് അപ്ഗ്രേഷനിൽ കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഇതൊന്നും തന്നെ UK ആൾക്കാർക്ക് അത്ര ദഹിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലേബർ ഗവൺമെൻറ് വളരെയധികം പ്രതിരോധത്തിൽ കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. കാരണം UK വരുന്ന ഈ ഒരു അഭയാർത്ഥികളായിട്ട് ചെറിയ ബോട്ടുകളിൽ വരുന്ന ആൾക്കാരെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻ യൂണിയൻ ഏജൻസി ആയിരിക്കുന്ന ഫോട്ടക്സുമായിട്ട് പുതിയ കരാറിൽ ഇപ്പോഴും ഒപ്പുവെച്ചിരിക്കുന്നു. 100-ലധികം പുതിയ ഉദ്യോഗസ്ഥന്മാരെ ഇതേപോലെയുള്ള ബോർഡറുകൾ നിയമിക്കാനായിട്ട് പോകുന്നു. എന്തായാലും UK നെറ്റ് എമിഗ്രേഷൻ്റെ കുറവിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഹെൽത്ത് കെയർ സെക്ടറുകളിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ വിസയിൽ വളരെയധികം കുറവ് വന്നിരിക്കുന്നു. സ്റ്റുഡൻറ്റ് വിസക്കാരുടെ ഡിപ്പെൻഡൻറ്റ് വിസകളും അതുപോലെ തന്നെ കെയർ അസിസ്റ്റൻ്റായിട്ടൊക്കെ സീനിയർ കെയർ ആയിട്ടൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ ഡിപ്പെൻഡൻറ്റ് വിസയൊക്കെ നിർത്തലാക്കിയതോടുകൂടി ഏകദേശം ഒരു 14% കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ബോട്ടുകളിൽ ഡെയിലി 200-300 ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ അതൊരു വലിയ ഒരു ഡിഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഹോം സെക്രട്ടറി യുവറ്റ് കൂപ്പർ പറഞ്ഞിരിക്കുന്ന ഏകദേശം ഒരു 14,000 ആൾക്കാരെ ഈ ഒരു 2024 അവസാനത്തോടുകൂടി UK നിന്നും അവർ ഡിപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു തീരുമാനമായിരിക്കും. എന്തായാലും നമ്മൾ അടുത്ത ഒരു 6 മാസത്തേക്കൊക്കെ UK വരാനിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ എപ്പോഴും ഓൺലൈനിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം വേക്കൻസികൾ ഇപ്പോഴും വരുന്നുണ്ട്. സ്കിൽഡായിട്ടുള്ള ജോബ് ഇപ്പോൾ നേഴ്സസിനാണെങ്കിൽ പോലും NHS വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് ധാരാളം ഇതുപോലുള്ള NHS ഹോസ്പിറ്റലുകൾ ഡയറക്റ്റ് ആപ്ലിക്കേഷനുകളൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഓൺലൈനിൽ പോയിട്ട് അത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്ലാതെ വലിയൊരു രീതിയിൽ ഇപ്പോൾ നേരത്തെ പോലെയുള്ള ഏജൻസികൾക്കൊന്നും 100, 500, 600 നേഴ്സസിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് UK വരാനായിട്ട് ഇപ്പോഴത്തെ ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ OGT അല്ലെങ്കിൽ IELTS ഒക്കെ നിങ്ങളുടെ വാലിഡിറ്റി തീരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ NHSൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്ത് നിങ്ങൾ കയറി വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പുതിയ അപ്ഡേഷനുകൾ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിനൊക്കെ എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.